ഈ സുവിശേഷ സംഘം വലിയ അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിന് മുഴുവൻ വെളിച്ചമായി ജനങ്ങൾക്ക് മുഴുവൻ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന ദൈവവചനം ലോകത്തിന് വെളിച്ചമായി തീർന്നിരിക്കുന്നു. ലോകത്തിന് എല്ലായിടത്തും ദൈവവചനം കേൾപ്പാനും അറിയുവാനും മനസ്സിലാക്കുവാനും ലോകത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും അതൊരു പ്രത്യാശയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഇടയായിത്തീരുന്നു. പ്രത്യേകിച്ച് ഈ ഇന്ത്യ രാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും ഇവിടെ വസിക്കുന്ന ദൈവജനങ്ങൾക്ക് എല്ലാവർക്കും നന്മയ്ക്കും കരുണയ്ക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇത് ഇടയായി തീർന്നിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും അല്ലെങ്കിൽ നിയമനീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ നീതി എല്ലായ്പ്പോഴും ദൈവസ്നേഹത്തിൻ്റെ കുടക്കീഴിലാണ്. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ജസ്റ്റിസ് എന്നല്ല നമ്മൾ പറയുന്നത്. ഗോഡ് ഈസ് ലവ്, ഈസ് ആകുന്നു എന്ന് പറയുന്നത് അത് സത്താപരമായ സ്വഭാവമാണ്. ഓണ്ടോളജിക്കൽ നേച്ചർ, അത് നമ്മുടെ സത്തയുടെ ഭാഗമാണ്. സത്താപരമായി ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവനീതി എപ്പോഴും ഈ നിയമനീതി അതിന് വിധേയപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുവിൻ്റെ പിതാവായ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ജോസഫ് നീതിമാനാകൊണ്ട് തൻ്റെ ഭാര്യയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ, അവൾക്ക് ലോകാപവാദം വരുമെന്നറിഞ്ഞ് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ചു. അത് ജോസഫ് നീതിമാനായതുകൊണ്ടാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ നീതിമാനായ കാരണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്, കല്ലെറിഞ്ഞു കൊള്ളേണ്ടതാണ്. എന്നാൽ ജോസഫ് കുറച്ചുകൂടി നല്ലവനും മാന്യനും നീതിബോധമുള്ളവനും ആയതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കൊരു പരിക്ക് പറ്റരുതെന്ന് വിചാരിച്ച് അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നിശ്ചയിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ജോസഫിനോട് പറയുന്നു, എന്നാണ് പറഞ്ഞത്, ജോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അതായത് നമ്മൾ കൃത്യമായി നോക്കിയാൽ ഈ നീതി, മോശയുടെ ന്യായപ്രമാണം നിഷേധിക്കാനാണ് സർവശക്തനായ ദൈവം ജോസഫിനോട് പറയുന്നത്. നമ്മൾ ഓർക്കണം, നീതിമാനെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്ത ജോസഫിനോടാണ് അവൻ്റെ നീതി, അവൻ സ്വീകരിച്ചിരുന്ന നീതി നിഷേധിക്കുവാനായിട്ട് പറഞ്ഞത്. വേറെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജോസഫിനോട് ദൈവം പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം ഈ കാര്യത്തിൽ. അപ്പോൾ ജോസഫ് അത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് നിയമനീതിയെ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നീതിക്ക് വിധേയപ്പെടുത്തുമ്പോഴാണ് അപ്പോൾ ആ വീട്ടിൽ യേശു ജനിക്കുന്നു. അതുകൊണ്ടല്ലേ യേശു തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ നീതി, അപ്പോൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി, നിയമനീതി, ലോകനീതി മോശമാണ് എന്നുള്ളതല്ല. അതിനെ ഉല്ലംഘിക്കുന്നതായ, അതിനെ അതിജീവിക്കുന്നതായ സ്നേഹത്തിൻ്റെ പുതിയ നീതി, ദൈവനീതി സ്വീകരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? എല്ലായിടത്തും നീതി നിഷേധിക്കപ്പെടുന്നു. രണ്ടാമതായി ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ദയാതൽപരനായിരിക്കുക. ഞാൻ പറഞ്ഞു, നീതി നിഷേധം മനുഷ്യ മഹത്വത്തിൻ്റെ വളർച്ചയെ കെടുത്തുന്നതാണ്. മനുഷ്യനാകാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നതാണെങ്കിൽ മേഴ്സി, ദയ അല്ലെങ്കിൽ കരുണ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വത്തെ വീണ്ടെടുക്കാനുള്ള സ്നേഹ നിർബന്ധമാണ്. ഇതൊരു സ്നേഹ നിർബന്ധമാണ്. ദയ എന്ന് പറയുന്നത് അതൊരു വെറും വെർച്യു മാത്രമല്ല, അതിനേക്കാൾ അത് വലിയ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആറ്റിറ്റ്യൂഡ് ഡിഫൈൻസ് ദി ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ. ഒരാളിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതാണ് ആൾ ആരാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമായ ദയ, കരുണ, അത് ലഭിക്കാത്തവർ, അതില്ലാത്തവരും മനുഷ്യനാകാനായിട്ട് സാധിക്കുന്നില്ല. അത് നൽകാത്തവർ മനുഷ്യരല്ല. മറ്റുള്ളവരുടെ മനുഷ്യത്വം വീണ്ടെടുക്കുന്നതിലൂടെ സത്യത്തിൽ നാം നമ്മുടെ മനുഷ്യത്വമാണ് വീണ്ടെടുക്കുന്നത്. മറ്റേ ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. നമുക്ക് സക്കായിയുടെ ജീവിതം അറിയാം. സക്കായി വലിയ ധനികനായ മനുഷ്യനാണ്, ചുങ്കക്കാരിൽ പ്രമാണിയാണ്, അനേകം സാമ്പത്തികമായി വളരെ ഉന്നതിയുള്ള ആളാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ മനുഷ്യനാണോ എന്നുള്ള സംശയം തന്നെ നിലനിൽക്കുകയാണ്.
അവന് ഒരുപാട് ആളുകളെ വഴിയാധാരമാക്കിയതാണ്. കാരണം ഒരുപാട് ആളുകളുടെ ചുങ്കം പിരിച്ചു, ഒരുപാട് ആളുകളുടെ ആധാരം കൂട്ടി പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഓരോരുത്തരും കടം കൊടുത്തതും പഠിച്ചു. അങ്ങനെ ആധാരമെല്ലാം കൂടെ കൂട്ടി ഒരുപാട് ആളുകളെ വഴിയാധാരമാക്കിയവനാണ് സക്കായി. ആ വഴിയാധാരമായ ആളുകളെ എല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്തു, എല്ലാം തിരിച്ചു കൊടുത്തു, 4 മടങ്ങായിട്ട് കൊടുത്തു. അങ്ങനെ അതെല്ലാം ചെയ്തപ്പോൾ സക്കായി ഏതോ നന്മ ചെയ്തു എന്നുള്ളതിനേക്കാൾ സക്കായി മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. സ്നേഹിതരെ, മനുഷ്യനാകാൻ കരുണയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. കരുണ പറ്റിയവൻ മനുഷ്യനല്ല, അവൻ മനുഷ്യത്വത്തിൻ്റെ മരണം സംഭവിച്ചവനാണ്. തോമസ് അക്വിനാസ് ഈ കരുണയെക്കുറിച്ച് സുന്ദരമായ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. മേഴ്സി ഈസ് ഹാവിങ് പെയിൻ ഇൻ അവർ ഹാർട്ട്സ് ഓവർ ദ പെയിൻ ഓഫ് ദി അതർ ആൻഡ് ടു ടേക്ക് പെയിൻസ് ടു റിലീവ് ദാറ്റ് പെയിൻ. മറ്റൊരാളിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി മാറുകയും ആ വേദന അകറ്റാനായിട്ട് സ്വയം വേദന ഏറ്റെടുക്കുകയും ചെയ്യുന്നവനാണ് കരുണയുള്ളവൻ. ഇത് കൃത്യമായി കാണുന്നത് നല്ല ശമരിയക്കാരനിലാണ്. നല്ല ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവൻ്റെ മുറിവ് തൻ്റെ മുറിവായി അവന് തോന്നി. അവനിൽ നിന്ന് ഒഴുകിപ്പോകുന്ന രക്തം തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന രക്തമായിട്ട് അവന് തോന്നി. അവന് ഒരു കണക്കുകളോ വ്യവസ്ഥകളോ കൂടാതെ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കൗണ്ടിങ് നോ കോസ്റ്റ്. അതിനാണ് നമ്മൾ കമ്പാഷൻ എന്ന് പറയുന്നത്. കമ്പാഷൻ, ഷെയറിങ് ദ സെയിം പെയിൻ. ഓരോരുത്തരുടെയും വേദനകളെ പങ്കിടുന്നതാണത്. നല്ല ശമരിയക്കാരൻ്റെ ഈ കരുണയുടെ പാത നമുക്ക് പിന്തുടരാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദയ, ഈ കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഓർക്കുന്നതാണ്. റിമെമ്പറിങ് ദി അതർ. നമുക്ക് സുന്ദരമായൊരു സംഭവം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് 1 ശമൂവേൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദാവീദ് ഫെലിസ്ത്യനെ കൊന്ന്, ഗോലിയാത്തിനെ കൊന്ന് വളരെ വിജയശ്രീ ലാളിതനായിട്ട് വരുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടി പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അസൂയമൂത്ത ശൗൽ ദാവീദിനെ വകവരുത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ച ആത്മമിത്രമാണ് ദാവീദിനെ സംബന്ധിച്ച് യോനാഥാൻ. തമ്മിൽ പിരിയുമ്പോൾ യോനാഥാൻ ദാവീദിനെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു. ഞാൻ ഇനി ജീവനോട് ഇരിക്കുകയാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ, മേഴ്സി നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല എൻ്റെ ഗ്രഹത്തോടും നിൻ്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. കാലങ്ങൾ കഴിഞ്ഞു. ശൗൽ രാജാവും യോനാഥാനും യുദ്ധത്തിൽ പട്ടുപോയി. 2 ശമൂവേൽ 9:3 നമ്മൾ വായിക്കുന്നു. ദാവീദ് രാജാവായപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉത്തരം കിട്ടി, ഉണ്ട്. യോനാഥാൻ്റെ മകൻ 2 കാലും മുടന്തനായ മെഫീബോശേത്ത് ഉണ്ട്. അവനെ വിളിപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമുക്കയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം. ഇതാണ് ദാവീദ് പറയുന്നത്. തന്നോട് ദയ കാണിക്കണം എന്ന് പറഞ്ഞ ഒരാളിനോട് മാത്രമല്ല, അവൻ്റെ കുടുംബത്തോടാകമാനം ദയ കാണിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളെല്ലാം ലാഭനഷ്ട കണക്കുകളെ ആശ്രയിച്ചാണ് നമ്മുടെ ബന്ധങ്ങൾ നിൽക്കുന്നത്. ഇന്നെല്ലാം കണക്കുകളാണ് നമ്മൾ പറയുന്നത്. എവിടെ സ്നേഹം അവസാനിക്കുമോ അവിടെ കണക്കുകൾ ആരംഭിക്കും. കുടുംബജീവിതത്തിൽ സ്നേഹം അന്യം നിൽക്കുമ്പോൾ കണക്കുകൾ പറഞ്ഞു തുടങ്ങുന്നു. ദൈവം സ്നേഹത്തിൽ മനുഷ്യനെ ഓർത്തപ്പോൾ ദൈവത്തിൻ്റെ കണക്കുകൾ മറ്റു രീതിയിലാണ് മാറിയത്. അത് സ്വർഗം ഉപേക്ഷിക്കുവാനായിട്ട് അവൻ തയ്യാറായി. ഈ ലോകത്തിന് വേണ്ടി, ഈ മനുഷ്യജാതിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വേണ്ട എന്ന് വെച്ച് തൻ്റെ സ്നേഹത്തിൻ്റെ ഔദാര്യം കാണിച്ച ദൈവികമായിട്ടുള്ള ദർശനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്ത് കിട്ടും എന്നുള്ളത് കണക്കാണെങ്കിൽ എന്ത് നൽകാം എന്നുള്ളത് ദയയാണ്. കണക്കിൽ നിന്ന് ദയയിലേക്കുള്ള മാറ്റമാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട മുഖാന്തരങ്ങളൊന്ന്. ഇങ്ങനെ എത്രയോ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എത്രയോ നന്മയുടെ സാരവും സാരാംശവും മണവുമുള്ള നാടാണ് ഈ ഭാരതം. 3, താഴ്മയുള്ളവരായിരിക്കുക. വാക്ക് ഹംബ്ലി. നമ്മുടെ
നന്മയുടെ മൂന്നാമത്തെ ഭാവമായി ഇവിടെ പറയുന്നത് താഴ്മയാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതുമില്ല, ഒന്നുമില്ല എന്നുള്ള അയ്യോഭാവം കാണിക്കുന്നതല്ല. ചില ആളുകളുടെ വിനയം അങ്ങ് വല്ലാത്ത ഒരു താഴാഴ്മ പോലെ, പള്ളിയിലൊക്കെ ഏഴയും പാവിയും കൃമിയും കീടവും ഒക്കെയാണെന്ന് പറയും. ഇതൊന്നും സത്യമല്ല. അങ്ങനെ കൃമിയാണ് കീടമാണെന്ന് പറഞ്ഞ ഒരാളിനോട് ആ ജനറൽ ബോഡിയുടെ സമയത്ത് അയാൾ തന്നെ പറഞ്ഞാൽ ഞാൻ കൃമിയാണ്, കീടമാണ്, ഏഴയാണ്, എടോ കൃമി താൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ പോയി പറ്റാൻ ഒക്കുമോ? അപ്പം കള്ളമാണ് ഈ പറയുന്നതെല്ലാം, സത്യമല്ല. നമ്മൾ ഓരോ താഴായ്മ കാണിച്ച് വിനയത്തിൻ്റെ ഭാവങ്ങൾ കാണിച്ച് വിനയപ്പെടുക അല്ല വിനയം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവനെ എന്നേക്കാൾ ശ്രേഷ്ഠനായി കാണുന്ന കാഴ്ചപ്പാടാണ്. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ താഴ്മയുള്ളവനാക്കുന്നില്ല എങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജയിൽ സൂപ്രണ്ടിന് അദ്ദേഹം സുന്ദരമായ ഒരു ഷൂസ് തയ്ച്ച് കൊടുത്തു, അതിസുന്ദരമായി. അപ്പോൾ ആ ജയിൽ സൂപ്രണ്ട് അതിട്ടപ്പോൾ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ കാലിന്. ഒരിക്കലും അളവെടുക്കാതെയാണ് ഈ ഷൂസ് നിർമ്മിച്ചത്. അപ്പോൾ ആ ജയിൽ സൂപ്രണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല താങ്കൾക്ക് എങ്ങനെ എൻ്റെ കാലിൻ്റെ അളവ് കിട്ടി? ഞാൻ ഇനി മല ഉറങ്ങിക്കിടന്നപ്പോഴോ വല്ലോ അതെടുത്തോ? ഗാന്ധി പറഞ്ഞു, ഇല്ല സാർ, അങ്ങനെ ഒരു കാലും ഒരു അളവൊന്നും എടുത്തില്ല. പിന്നെ എങ്ങനെ കൃത്യമായിട്ട് ഈ അളവ് കിട്ടി? അങ്ങ് എന്നെ തൊഴിക്കാൻ കാല് പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ 8 എന്നുള്ള നമ്പർ ഞാൻ കണ്ടു. എന്നെ തൊഴിക്കാൻ കാല് പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ 8 ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിൻ്റെ കാലിൻ്റെ അളവ് 8, അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വലിയ ദർശനം നമുക്കുണ്ടാകും. അപ്പോൾ സ്നേഹം അഹങ്കാരമുക്തിയാണ്. സ്നേഹത്തിൽ ഒരിക്കലും നേടലല്ല, നൽകലാണുള്ളത്. സ്നേഹം എന്നാൽ അവരന് എന്നേക്കാൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നതാണ്, വലിയ പ്രാധാന്യം നൽകുന്നതാണ്. അപ്പോൾ ദൈവസ്നേഹം പരസ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറണം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു രണ്ടാമത്തെ ചെറിയ കാര്യം, ആരും ആരെയും അളക്കാതിരിക്കുക. അതുകൊണ്ട് യേശു തമ്പുരാൻ ഒരിക്കലും മറക്കാതെ എന്നും ഓർത്തിരിക്കാൻ ഒരു കൊച്ചു വാചകം നമ്മളെ പഠിപ്പിച്ചു, ജഡ്ജ് നോട്ട്. മറ്റൊരാളിന് മാർഗിട്ടാലും ഇട്ടവൻ്റെ മാർഗ് 0 എന്നുള്ളത് മറക്കാതിരിക്കുക. അങ്ങനെ മാർഗിടാനുള്ള അനുവാദം നമുക്കില്ല. അവരനെ വളർത്തുന്നതിനുള്ള വലിയ ഔഷധമാണ് ഈ താഴ്മ. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എപ്പോഴും ജയിക്കുവാനായിട്ടുള്ള നമ്മുടെ ത്വരയാണ്, അഹന്തയും അഹങ്കാരവും. ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞാൽ തീരാവുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലും ഉണ്ടായിരുന്നു. ഐ എം സോ സോറി, പ്ലീസ് ഫർഗീവ് മീ. അയ്യോ സാറേ പോട്ട്, അതങ്ങ് ക്ഷമിച്ചേര് എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ മാർത്തോമാ സഭയിലെ സർവ്വ പള്ളികളുടെയും വിനകളെല്ലാം. പക്ഷേ എൻ്റെ അഹം, എൻ്റെ താൻപോരിമ, എൻ്റെ അഹങ്കാരം, ഞാൻ ഏതാണ്ടാണെന്നുള്ള ഭാവം, എൻ്റെ പഠിത്തത്തെക്കുറിച്ചുള്ള ധാർഷ്ട്യം, എൻ്റെ പണത്തെക്കുറിച്ചുള്ള ചില വിചാരങ്ങൾ, എൻ്റെ എളിയവനായ സഹോദരനോട് മാത്യൂസേ സാരമില്ലടൂ അതങ്ങ് മറന്നേര് എന്ന് പറയാൻ അനുവദിക്കും. അങ്ങനെ പറയാത്ത ഒരുത്തരോടും ദൈവം ക്ഷമിക്കുകയില്ല എന്ന് വ്യക്തമായി ഓർത്തിരിക്കുക. ജഡ്ജ് നോട്ട്, ആരെയും വിധിക്കരുത്, ആർക്കും മാർഗിടരുത്. ആർക്കും മാർഗിടാനുള്ള അളവുകോൽ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല, തരികയുമില്ല. കാരണം അങ്ങനെ നിങ്ങൾ അസ്ഥാനങ്ങളിൽ അളന്നുകളയും. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വലുതാകണമെങ്കിൽ നമ്മൾ എത്ര ചെറുതാകേണ്ടിയിരിക്കുന്നു. നാം ചെറുതാകാനായിട്ടുള്ള വലിപ്പമാണ് നമുക്ക് വേണ്ടത്. താഴ്മയില്ലാത്ത ഒരു ജീവിതമല്ല, താഴ്മയും വിനയമുള്ള ജീവിതം നമുക്കുണ്ടാകട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ചില കൊച്ചു കൊച്ചു സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യും. വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്ക് അവൻ്റെ 1 മാസത്തെ ഫീസ് കൊടുക്കും. ആ ഫീസ് കൊടുത്തേച്ച് അവനെ കളക്ടറാക്കിയത് ഞാനാണ്, അവനിപ്പോൾ വിലസി നടക്കുന്നു, MBBS കഴിഞ്ഞ് ഞാൻ ഫീസ് കൊടുത്തില്ലെങ്കിലും ഒരൊറ്റ മാർത്തോമാക്കാരൻ എത്ര വലിയ സംഖ്യയാണ് കൊടുത്തതെങ്കിലും ആ കൊടുത്തതിനെക്കുറിച്ച് ഇനി മുതൽ ഒരിക്കലും പറഞ്ഞേക്കരുത് ഞാൻ അത് ചെയ്തു, അവന് പണം കൊടുത്തു. പണം കൊടുക്കാൻ തനിക്കുള്ളത് കൊണ്ടാണ് കൊടുത്തത്. ആ നിർഭാഗ്യവാൻ അത് വാങ്ങിക്കേണ്ടത് കൊണ്ടാണ് വാങ്ങിച്ചത്. ഔദാര്യത്തിൻ്റെ ഒരു ലോകമല്ല, നീതിയുടെ ലോകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെയാണ് നല്ലത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ന്യായം പ്രവർത്തിക്കുക, നീതി ഉള്ളവരായിരിക്കുക, ദയാതൽപരരായിരിക്കുക, വിനയമുള്ളവരായിരിക്കുക. മെത്രാപ്പോലീത്ത തിരുമേനി ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഉപയോഗിക്കുന്ന സുന്ദരമായ വാക്യമാണിത്.
എന്താണ് നല്ലത്, എന്താണ് നല്ലത്, എന്താണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ലതെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ നന്മ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഈ നന്മ പ്രാവർത്തികമാക്കാൻ ഒക്കുന്നതല്ല? ദൈവം പറയുന്നു, മനുഷ്യ, ഇതാണ് നല്ലത്. ഈ നല്ലത് കൃത്യമായി വരച്ച് കാണിച്ചിരിക്കെ ഇനിയും പുതിയ നല്ലതിന് വേണ്ടി എന്തിനാണ് അന്വേഷിക്കുന്നത്? അത് തന്നെ ഒരു കാപട്യമല്ലേ? നല്ലത് ഇതാണ്. ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. എന്നാൽ ഇത് നമ്മൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ ഉള്ളിൽ സ്വീകരിക്കും, എന്നാൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നില്ല. ഈ വൈരുദ്ധ്യം നമ്മൾ ഗൗരവമായിട്ടെടുക്കണം. അതിൻ്റെ 2-3 കൊച്ചു നിരൂപണങ്ങൾ എൻ്റെ മനസ്സിലുള്ളത്. ഇതാണ് സത്യം എന്ന് ഇരിക്കെ ഇതല്ല സത്യമെന്ന് വളരെ നിസ്സംശയമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അതിഭൗതിക വാദം ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഒരു അതിബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ലോകജ്ഞാനം നമുക്ക് പറയാം. അൺട്രൂത്ത് സീംസ് ടു ബി മോർ കൺവിൻസിങ് ദാൻ ദ ട്രൂത്ത്. ഇതാണ് ഗാർഡൻ ഓഫ് ഏഡനിൽ നമ്മൾ കാണുന്നത്. ഇത് സാത്താൻ്റെ അതിവിദഗ്ധമായ പരീക്ഷയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. സാത്താൻ ഈ ആദമിൻ്റെ അവയുടെ മുമ്പിൽ അവതരിപ്പിച്ച വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന 3 ചെറിയ ചെറിയ പരീക്ഷകൾ, അതിൻ്റെ തുടർച്ചയാണ് യേശുവിൻ്റെ പരീക്ഷ പോലും. സാത്താൻ ചോദിച്ചു, ഈ ദൈവം പറയുന്നത് പോലെയൊക്കെ അങ്ങനെ ജീവിക്കാൻ ഒക്കുന്ന കാര്യമാണ്? ഒക്കാത്ത കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? നടുക്ക് വൃക്ഷത്തിൽ അത് നിങ്ങൾ കഴിക്കരുതെങ്കിൽ നടുക്ക് വൃക്ഷത്തിനെ വെക്കാൻ പോയത്. ഇങ്ങനെ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ബുദ്ധിജീവികളെ തൻ്റെ വരുതിക്കുള്ളിൽ വരത്തക്കവണ്ണം ഒരു ചോദ്യം. അങ്ങനെയൊന്നും പറയുന്നവരൊന്നും ജീവിക്കാൻ ഒക്കത്തില്ല. കുറേ പേരുടെ പറച്ചിൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം, അല്ല അവൻ പറയുന്നതിലും കാര്യമില്ലേ? രണ്ടാമത്തെ സംശയം. ഇതോടുകൂടി സംശയം ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനൊന്നും അല്ലെങ്കിൽ പിന്നെ ദൈവം ഇത് വല്ലതും സൃഷ്ടിക്കുമോ? ഇനിയും വരാൻ പോകുന്ന ലോകം അത് നമുക്ക് കൃത്യതയൊന്നുമില്ല. അത് എന്നാ കിട്ടുന്നത്, കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ച സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ഈ ചിന്തയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് വി ഡു നോട്ട് നോ. അങ്ങനെ തോന്നാതിരിക്കത്തക്കവണ്ണമുള്ള നമ്മളുടെ ബുദ്ധിയെ കവിയുന്നതായ മറ്റൊരു പ്രമാണം നമ്മളിലുണ്ട്. അത് പൗലോസ് പറയുന്നു പാപത്തിൻ്റെ പ്രമാണമാണ്. അത് പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹം, പ്രവർത്തിക്കുന്നത് തിന്മയാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാനും തിന്മ പ്രവർത്തിക്കുന്ന ഒരു ഞാനും എന്നിലുണ്ട്. അപ്പോൾ എന്നിൽ 2 ഞാനുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നവർക്ക് പോലും നന്മ ചെയ്യണമെന്നുള്ളവരാണ്, ഉണർന്നിരിക്കണമെന്നുള്ള തെളിപ്പാണ്, ഉറങ്ങിപ്പോവുകയാണ്. അത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. നന്മ എന്നുള്ള ഒരു മനുഷ്യൻ ഉണ്ട്, തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ ഞാനും തമ്മിലുള്ള വലിയ ആത്മസംഘർഷമാണ് നമ്മളിലെല്ലാം നിലനിൽക്കുന്നത്. ഇതൊരു വലിയ ഡയലക്റ്റിക്കൽ ടെൻഷനാണ്. അതൊരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. അതിൽ തന്നെ ഒരു നന്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സംഘർഷത്തിൽ. അതുകൊണ്ട് പൗലോസ് ഉടനെ പറയുന്നു, ഇതിന് എന്നെ സഹായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ കുറ്റകരമായ മരണകരമായ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന് ഈ സംഘർഷം പോയിരിക്കുന്നു, അത് വറ്റുപോയിരിക്കുന്നു. പമ്പാനദി വറ്റി വരളുന്നത് പോലെ നമ്മിലെ ആത്മീയ പമ്പയും പമ്പ കടക്കുന്നു. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ മറക്കരുത്, നമ്മളുടെ ആത്മീയ പമ്പ അത് പമ്പ് ചെയ്യുന്നില്ല, അത് മരണത്തിൻ്റെ വിഷമം ഒമിപ്പിക്കുകയാണോ നമ്മൾ ഓർക്കണം. അപ്പോൾ പിന്നെ ആ സംഘർഷം നിന്നാൽ പിന്നെ നമ്മളിൽ പാപബോധമില്ല. അങ്ങനെ സംഘർഷമില്ലല്ലോ, പിന്നെ പാപബോധമില്ല. പാപബോധമില്ലെങ്കിൽ പിന്നെ അനുതാപമില്ല. അവിടെ പിന്നെ ആന്തരിക മനുഷ്യൻ്റെ മരണം സംഭവിക്കുകയാണ്. പിന്നെ നാം എല്ലാവരും ശ്വസിക്കുന്ന ഒരു മാംസപിണ്ഡമായി തരം താഴും. നമ്മളെല്ലാവരും ശ്വസിക്കുന്ന മാംസപിണ്ഡങ്ങളാണോ അതോ ആത്മീയ ഗംഗയുടെ ഉന്നതമായ സമൃദ്ധമായ ജീവനിൽ ജീവിക്കുന്നവരാണോ? 2 റിസ്ക് എടുക്കാനുള്ള, നഷ്ടസാധ്യത സ്വീകരിക്കാനുള്ള വൈമുഖ്യം. എല്ലാം ലാഭനഷ്ട കണക്കുകളുടെ വെളിച്ചത്തിൽ മാത്രം. സാഹോദര്യ ബന്ധങ്ങൾ പോലും ലാഭനഷ്ടക്കണക്കിൽ കണക്ക് കൂട്ടുന്ന മാർത്തോമാ സഭയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ മണ്ണാങ്കട്ടയിട്ട് നിറച്ചാലും നമുക്കവിടെ പ്രവേശിക്കാൻ ഒക്കുമോ? സഹോദരനിലൂടെ അല്ലാതെ രക്ഷ. അതിന് 101 കുറ്റങ്ങൾ സഹോദരൻ്റെ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? എൻ്റെ സഹോദരൻ്റെ മകൻ്റെയോ മകളുടെയോ പഠിത്തത്തെയോ അവരുടെ വിവാഹത്തെക്കുറിച്ച്
100 കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ ജീവിച്ചാൽ ആരെ പരിഹസിക്കുകയാണ്? നമുക്ക് ഈ റിസ്ക് എടുക്കാനായിട്ട്. 3, ന്യായീകരണങ്ങൾ. ഞാൻ പറഞ്ഞു തന്നെയാണ്, കണ്ടെത്തുക. എല്ലാത്തിനും ഒരു റാഷണലൈസേഷൻ, എല്ലാത്തിനും ഒരു ന്യായം കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ മറന്നു പോകാതിരിക്കുക. ഈ ന്യായങ്ങൾ കണ്ട് ന്യായീകരണങ്ങൾ പറഞ്ഞ് ആ ന്യായപ്രമാണി ദുഃഖിച്ചു പോയതുപോലെ പോകാനിടയാകരുത്. ഈ സന്ധ്യയിൽ നമുക്ക് 2 സാധ്യതകൾ. യു ക്യാൻ ബി ക്രിസ്റ്റിക് ആൻഡ് യു ക്യാൻ ബി ലൈക്ക് ജൂഡസ്. യേശുവിനെ പോലെ ആയിത്തീരാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം നമുക്കുണ്ടാകണം. ഈ ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. അവസാനിപ്പം നമ്മുടെ പള്ളികളിലേക്ക് പള്ളിയെ തിരിച്ചു വരുത്താം. ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. കുടുംബങ്ങൾ ദൈവികമാകട്ടെ. വ്യക്തിജീവിതത്തിൻ്റെ ഔന്നത്യങ്ങളിലും ദൈവം വാഴട്ടെ. നമ്മുടെ തലകളെ ഉണക്കാം. മാരാമൺ കൺവെൻഷൻ മനുഷ്യ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള അനുഭവമാണ്. അതിൽ 2 പക്ഷമില്ല. പ്രകൃതിയോട് ചേർന്ന് ലോകത്തെമ്പാടുമൊന്നുമുള്ള വിശ്വാസ ജനത സമൂഹം ഒഴുകി എത്തുന്നത് ഈ പമ്പ നദിയുടെ കരയിൽ വിശ്വാസ സംഗമത്തിൽ ഒന്നുചേരുവാനാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള കോണം മനോഹരമായ വിശാലമായ 1,00,000 പേർക്കിരിക്കാവുന്ന പന്തലിൽ തികഞ്ഞ അച്ചടക്കത്തോടെ സ്വയമായ നിയന്ത്രണത്തിൽ ഒന്നിച്ചു ചേർന്ന് സുവിശേഷ ഘോഷണത്തിൻ്റെ അനുഗ്രഹ ദൂതുകൾക്ക് കാതോർക്കുന്ന മനോഹരമായ അനുഭവം. സഭ ഒന്നടങ്കം, സമൂഹം ഒന്നടങ്കം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും പുതുശക്തിയുടെ പൂർത്തീകരണത്തിനും ഈ സമൂഹത്തിൻ്റെ ചൈതന്യത്തിനൊരു ഒരു മുഖാന്തരമായി തിരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.